ചെറുപുഴ കുണ്ടന്തടത്തിൽ പ്രവർത്തിക്കുന്ന ഒറിക്സ് എന്ന കമ്പനിക്കെതിരെ പരാതിയുമായി പ്രദേശത്തെ കുടുംബങ്ങൾ രംഗത്ത്. This news is brought to you by പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. ചെറുപുഴ കുണ്ടന്തടത്തിൽ റോഡരികിൽ പ്രവർത്തിക്കുന്ന കമ്പനിക്കെതിരെ പ്രദേശത്തെ കുടുംബങ്ങൾ പരാതിയുമായി രംഗത്ത് വന്നു. കമ്പനിയിൽ നിന്നും പുറത്തുവരുന്ന രാസവസ്തുക്കൾ പരിസരവാസികൾക്ക് ശ്വാസകോശ സംബന്ധമായ ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമാകുന്നുവെന്നും ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് 2026 മാർച്ച് 31 പഞ്ചായത്ത് ലൈസൻസ് റദ്ദ് ചെയ്ത സ്ഥാപനം നിയമം ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിനും പോലീസിനും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെയുള്ളവർക്ക് ശുദ്ധവായു ശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് പ്രദേശത്ത് നിലവിലുള്ളതെന്നും ഇതിന് അടിയന്തര നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും ആവശ്യപ്പെട്ട് 5ഓളം കുടുംബങ്ങൾ രംഗത്തെത്തി. 3 തവണ ബഹുമാനപ്പെട്ട സബ് ഇൻസ്പെക്ടർ അവിടെ വന്ന് രാത്രി 2 മണിക്കും 1 മണിക്കും പണി നിർത്തിവെച്ചു. പക്ഷെ അവർ പിറ്റേ ദിവസം പണിയും. അത് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ കാര്യം, ഇവരോട് നമ്മളൊന്ന് പോയി ഇവരെ സമീപിച്ച് പറഞ്ഞിട്ട് ഒരു തരത്തിലും അവരത് ചെവിക്കൊള്ളുന്നില്ല. അങ്ങനെ പഞ്ചായത്ത് പരാതി കൊടുത്തു. പഞ്ചായത്ത് ഞങ്ങൾ 5 പേരാണ് പരാതി കൊടുത്തത്. 5 വീട്ടുകാർ തൊട്ടടുത്താണ്. ആ പരാതിയിൽ പഞ്ചായത്ത് അന്വേഷണത്തിൽ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് കണ്ടുകൊണ്ട് കഴിഞ്ഞ മാർച്ച് 30 അവിടെ ലൈസൻസ് കട്ട് ചെയ്തു. ഇപ്പോൾ ആ സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നത് ലൈസൻസ് ഇല്ലാതെയാണ്. അപ്പോൾ അവർ പഞ്ചായത്ത് എനിക്ക് രേഖാമൂലം തന്ന കത്താണ്. അവർക്ക് സ്പ്രേ പെയിന്റിനുള്ള പെർമിഷൻ ഇല്ല. കൈകൊണ്ടാണ് പെയിന്റ് അടിച്ചുകൊണ്ടിരുന്നത് നേരത്തെ. ഇപ്പം ഈ സ്പ്രേ പെയിന്റ് അവർക്ക് അനുമതിയില്ല. അതുകൊണ്ട് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ എനിക്ക് ലൈസൻസ് പുതുക്കി തരുമെന്ന് കഴിഞ്ഞ മാർച്ച് 30 അവരെ രേഖാമൂലം അറിയിച്ചു എന്നുള്ള പഞ്ചായത്ത് എനിക്ക് ഇന്ന് കത്താസം. പക്ഷേ ആ മാർച്ച് 31 ശേഷവും ഇന്നും ഇന്നലെ എല്ലാ ദിവസവും രാത്രി, അത് അവധി ദിവസം പോലും ഇല്ല. ബക്രീദ് ആയിക്കോട്ടെ, ഓണം ആയിക്കോട്ടെ, വിഷു ആയിക്കോട്ടെ, ഈസ്റ്റർ ആയിക്കോട്ടെ, ഒന്നുമില്ല. എല്ലാ ദിവസവും അവിടെ പണിയാണ്. അപ്പോൾ അവർ ഇപ്പോഴും ഈ ലൈസൻസ് ഇല്ലാതെ ഒരു സ്ഥാപനം അവിടെ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ അതിനുശേഷം ബഹുമാനപ്പെട്ട പോലീസിന് പരാതി കൊടുത്തു. ആ പോലീസിന് പരാതി കൊടുക്കുമ്പോൾ അവരവിടെ വന്ന് അന്വേഷിച്ചു. അതിൻ്റെ വിശദാംശം അദ്ദേഹം പറയും. ആ അന്വേഷിച്ചിട്ട് പക്ഷെ അവിടെ നിന്ന് ഞങ്ങൾക്ക് നീതി ലഭിച്ചില്ല. ഇപ്പോൾ അതിലെ റോഡിൽ കൂടെ പോകുന്ന എത്ര കുട്ടികൾ ആ സ്കൂളിലേക്ക് നടന്നു വന്ന് ദൈനംദിനം അവരുടെ എല്ലാം മുമ്പിലേക്ക് ഈ പെയിന്റല്ലേ കയറുന്നത്. എത്ര വാഹനങ്ങൾ നമ്മുടെ ചെറുപുഴ പയ്യന്നൂർ റൂട്ടിൽ പോകുന്നുണ്ട്. അവരുടെ എല്ലാം മുമ്പിലേക്ക് സാധനം കയറുന്നില്ല. ഞങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അപ്പച്ചൻ്റെ മകളുടെ വിവാഹ നിശ്ചയമായിരുന്നു. അവിടെ ആ പന്തൽ നിൽക്കാൻ വേണ്ടി കഴിയുന്നില്ല സ്മെല്ല് കാരണം. ഇത് ഇവരോട് പറഞ്ഞിട്ട് അവർ സമ്മതിച്ചിട്ടില്ല. പഞ്ചായത്ത് ഇവരെ രേഖാമൂലം ഇങ്ങനെ നമുക്ക് കത്തുന്നെങ്കിലും പഞ്ചായത്ത് വേണ്ടത്ര രീതിയിലുള്ള ആ സ്ഥാപനം അതിൻ്റെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചിട്ട് വേണ്ടേ ബാക്കി കാര്യങ്ങൾ. പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി കൊടുത്ത സാധനം പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മളെ വിളിച്ച് 2 കൂട്ടരെയും വിളിച്ച് ആ പ്രശ്നം പരിഹരിച്ച് നമ്മളെ എനിക്ക് ഒപ്പുവെക്കുന്നില്ല. അതും ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി കൊടുത്തിട്ട് ഇപ്പോൾ ഏകദേശം 1 മാസം വരും. കഴിഞ്ഞ 26 കൊടുത്തതാണ്. അപ്പോൾ ഞാൻ അവരെ വിളിച്ചപ്പോൾ അവർ പറയുന്നു അവിടെ ആൾക്കാർക്ക് ക്ഷാമമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വന്ന് നോക്കാം എന്ന് പറഞ്ഞല്ലാതെ 1 മാസമായിട്ട് അവർ വന്നില്ല. അപ്പോൾ ഇവരിങ്ങനെ ഇവിടെ പ്രവർത്തിക്കുന്നു. ഇതിൽ അതിശക്തമായ പ്രതിഷേധം ഉണ്ട്. അത് നിങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, അധികൃതർ ഇതിൽ ഇടപെട്ടുകൊണ്ട് അടിയന്തരമായി ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം നിർത്തിവെപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആ പ്രദേശവാസികളുടേത്. അതിലെ സഞ്ചരിക്കുന്ന റോഡിൽ കൂടെ നിങ്ങളൊക്കെ ആരെങ്കിലും സഞ്ചരിക്കുന്നവരുടെ അനിഷ്ടം മനസ്സിലാവും. പിള്ളേർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. എൻ്റെ വീട്ടിൽ 90 വയസ്സുള്ള എൻ്റെ അമ്മയുണ്ട്. ഈ അമ്മയ്ക്ക് ആ ജനൽ തുറന്നിട്ടാൽ ഇതിൻ്റെ സ്മെല്ല് കാരണം ശ്വാസം മുട്ടുണ്ടാകണം. അച്ഛൻ്റെ ശ്വാസം മുട്ടിയിട്ട് അച്ഛനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ പ്രായമായാലും കൊച്ചുകുട്ടികളുമാണ് ഇത് ഏറ്റവും വലിയ ദുരിതം. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഇതിൽ ശ്രദ്ധ അവരുടെ ഉണ്ടാവണം. ഇവരോട് നേരിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ക്രമീകരണങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് ദിവസത്തിന് ശാന്തമായിട്ടിരുന്നു. അത് കഴിഞ്ഞൊരു ദിവസം വളരെ രൂക്ഷമായ കഥം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സ്ത്രീയെ തന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവർ പറഞ്ഞു എന്താന്ന് ചോദിച്ചു. പിന്നെ ഇങ്ങോട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങൾ അതിൻ്റെ മണം ഉണ്ടോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് പോകാമെന്ന്. അപ്പോൾ പുള്ളിക്കാരി വീട്ടിൽ കയറി വന്ന് നോക്കുമ്പോൾ പുള്ളിക്ക് മണം വരുന്നില്ല. അപ്പോൾ വരുന്നില്ല. അതിൻ്റെ കാരണം നമുക്കറിയത്തില്ല. പുള്ളിക്ക് മൂക്കടഞ്ഞിരിക്കുന്നതാണോ നമുക്കറിയത്തില്ല.
പിന്നെ അതുകൂടാതെ ഈ കുഴിയിൽ വെച്ചിട്ട് അവർ പെയിന്റ് ചെയ്യുമെന്ന് ഒക്കെ പറഞ്ഞ് നമ്മളോട് പറഞ്ഞെങ്കിലും ഒരു ദിവസം ഭയങ്കര ഗന്ധം വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഞായറാഴ്ചയാണ് ഭയങ്കര ഗന്ധം വന്നു കഴിഞ്ഞപ്പോൾ പുറവശത്ത് ഇപ്പം പുല്ല് പറഞ്ഞ പുറവശത്ത് നിന്ന് വിറ്റുപോയപ്പോഴുണ്ട് അവർ മേടിച്ചതാണ് ആ സ്ഥലം. കാരണം ഭയങ്കര രൂക്ഷമായ ശല്യം ഉണ്ടാകുന്ന ആ സ്ഥലം അവർ മേടിച്ചതാണ്. ഞാൻ ആ സ്ഥലത്തൂടെ കയറി വന്നിട്ട് ഈ സാധനത്തിന്റെ പുറവശം പോയി നോക്കി. പുറവശം നോക്കി കാണാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് കുഴിയിൽ വെച്ചാണ് പെയിന്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സ്റ്റൻഷൻ വയറിട്ടിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അവർക്ക് സൗകര്യപ്പെട്ട സ്ഥലത്തൂടെ ഒക്കെ ഇട്ടിട്ട് പെയിന്റ് ചെയ്യാണ്. ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഇതേമാതിരി പെയിന്റിങ് സെക്ഷനിൻ്റെ ഒരു വലിയ യൂണിറ്റ്, ഏകദേശം ഒരു 5000 വണ്ടിയിൽ കൂടുതൽ ഉള്ളൊരു കമ്പനി ഞാൻ പഠിക്കുന്നത്. അപ്പോൾ അതിൽ ഒറ്റ ടൈം അവിടെ ഒരു 100 വണ്ടി 50 വണ്ടി പെയിന്റിങ് പ്രാവശ്യം. അപ്പോൾ അതിൻ്റെ ഒരു സകലം ഒരു സ്മെല്ല് നമ്മളുടെ അക്കോമഡേഷനിലേക്ക് വരും. അതിനോട് ചേർന്നുകൊണ്ട് അവിടെ അങ്ങനെ സിസ്റ്റം ഉണ്ടാവും. ഇവിടെ ആദ്യം ഓപ്പണായിട്ട് തുറന്നിട്ടിട്ട് ഇവർ ഇത് ചെയ്യുകയാണ്. അതിന് വേണ്ടി എന്തെങ്കിലും നടപടി ചെയ്യുക. കമ്പനിയുടെ സമീപത്തെ താമസക്കാരായ കുടുംബങ്ങളിലെ പ്രതിനിധികളായ VR സുനിൽകുമാർ, ജോസഫ് ചാത്തങ്കരി, ജെയിംസ് മൂങ്ങാമക്കൽ എന്നിവരാണ് പത്രസമ്മേളനത്തിൽ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടുചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.